കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യാം. ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനായിട്ട് ഒരു ചട്നി ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഈ ചെറിയ സവാളയാണെങ്കിൽ ഒരെണ്ണം വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനാവശ്യമുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഞാൻ 2 എണ്ണം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലി ചേർക്കുന്നു എന്ന് പറഞ്ഞാൽ ബിരിയാണിക്ക് യാതൊരുവിധ ടേസ്റ്റ് വ്യത്യാസവും വരില്ല. ശരിക്കുള്ള ബിരിയാണിയുടെ ഫ്ലേവർ തന്നെ നിങ്ങൾക്ക് ടേസ്റ്റ് തന്നെ കിട്ടും. ഇനി ഇതിലോട്ട് 1 ഇഞ്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇനി 2 കപ്പ് ബസ്മതി റൈസ് നല്ലപോലെ ഒന്ന് കഴുകിയ ശേഷം ഒരു 15 മിനിറ്റ് കുതിർത്ത് വെക്കാം. കഴുകിയ ശേഷം മാത്രമേ കുതിർത്ത് വെക്കാൻ പാടുള്ളൂ. 3 പ്രാവശ്യം നല്ലപോലെ ഒന്ന് വെള്ളം മാറ്റി കഴുകിയെടുക്കുക. അതിനുശേഷം 15 മിനിറ്റ് കുതിർത്ത് വെക്കുക. 15 മിനിറ്റിന് കൂടുതലും കുതിർത്ത് വെക്കരുത്. നമ്മൾ ചിലപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒന്ന് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 15 മിനിറ്റ് മാത്രം കുതിർത്ത് വെച്ച ശേഷം ഒന്ന് വെള്ളം വാർത്തെടുക്കുക. ഇനി ഒരു കുക്കർ മീഡിയം തീയിൽ ഒന്ന് ചൂടാക്കുക. ഇത് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തം 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നെയ്യ് നല്ലപോലെ ഒന്ന് ഉരുകട്ടെ. ഉരുകി കഴിയുമ്പോഴത്തേക്കും ഇതിലോട്ട് ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. 2 കഷ്ണം പട്ടയും ചേർത്ത് കൊടുക്കാം. ഞാനത് 2ആയിട്ട് മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് 2 ഏലക്ക, 4 ഗ്രാമ്പ്, 1 സ്റ്റാറും ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കി നീളത്തിൽ അരിഞ്ഞു വെച്ച സവാളയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നല്ലപോലെ ഈ എണ്ണയിലും നെയ്യിലും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ നിറം മാറുന്ന വരയ്ക്കും ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ ഒന്ന് നിറം മങ്ങി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിക്ക് നല്ലൊരു പച്ച ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് മാറുന്ന വരയ്ക്കും അതും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെയും ഒരു പച്ച സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാത്തിനെയും പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും ഇനി ഇതിലോട്ട് നമ്മൾ വെജിറ്റബിൾസ് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നീളത്തിൽ അരിഞ്ഞാണ് ക്യാരറ്റ്. ഒരു ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3-4 ബീൻസ് അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പകുതി ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കളറായിട്ടുള്ള ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. 2 ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രോസണോ ഫ്രഷ് ഗ്രീൻ പീസോ പച്ച ഗ്രീൻ പീസോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഉണക്ക ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കരുത്. അത് ഈ ഒരു കുക്കറിൻ്റെ 2 വിസിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് ആ ഒരു ഗ്രീൻ പീസ് വെന്ത് കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഫ്രഷോ ഫ്രോസണോ ഗ്രീൻ പീസ് നിങ്ങൾക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ മസാല ഇട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഊറ്റി വെച്ച അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അരിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ അരി പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു 3 പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 3 കപ്പ് മൊത്തം വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അതിൽ 2 കപ്പ് തിളച്ച വെള്ളവും 1 കപ്പ് തൈരുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. അതിൽ 1 കപ്പ് തൈരും 2 കപ്പ് തിളച്ച വെള്ളവുമാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്ത് കൊടുക്കുമ്പോഴും കട്ടകളൊക്കെ ഉടച്ചു കൊടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഒരു ഫോർക്ക് വെച്ചോ ഒരു സ്പൂൺ വെച്ചോ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് പുതിന ഇല കൈകൊണ്ട് 2ആയിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കത്തി വെച്ച് തീരെ ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു 15 പുതിന ഇല ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകിയ ശേഷം ഇതുപോലെ മുകളിലിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കാം. അതിന് ഒരു പിടി ഉപ്പ് രസം കുറച്ച് മുന്നിൽ നിൽക്കുമ്പോഴത്തേക്കും കുക്കായി വരുമ്പോൾ കറക്റ്റായിരിക്കും. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല പൗഡറോ വിതറി കൊടുക്കാം. അതിൻ്റെ മുകളിൽ അവസാനമായിട്ട് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം.
ഇത് ഓപ്ഷണലാണ്. ഇനി അടച്ചു വെച്ച് ആവി വന്ന ശേഷം വിസിലിട്ട് കൊടുക്കുക. 2 വിസിലിൽ വേവിച്ചെടുക്കുക. കുക്കർ താഴെ ഇറക്കി വയ്ക്കാം. ചൂട് മാറിയ ശേഷം പ്രഷറൊക്കെ പോയ ശേഷം തുറക്കാം. നമ്മുടെ ടേസ്റ്റിയുള്ള ബിരിയാണി റെഡിയായി. ഇനി ഇതിലോട്ട് വറുത്ത് വെച്ച സവാളയും കാഷ്യൂസും മുന്തിരിയും ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനതൊക്കെ വറുത്തെടുക്കുന്നത് പപ്പടം കാച്ചാനായിട്ട് നമ്മൾ എണ്ണ വയ്ക്കില്ലേ, ആ ഒരു ഡീപ്പ് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. സവാളയും കാഷ്യൂവും മുന്തിരിയൊക്കെ. ബിരിയാണി നമ്മൾ ഇളക്കി എടുക്കുമ്പോഴും ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് മെല്ലെ വേണം ഇളക്കി. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നോക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.